ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ടി വിയുടെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച എയർസറിൻ്റെ ടി വിയാണ്, ഗൂഗിൾ ടി വിയാണ്. ഇത്രയും വിലയുള്ള ഐറ്റം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പം വരുമ്പോഴത്തേക്ക് എങ്ങനെ അവസ്ഥയെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് തൊട്ടിച്ച് നോക്കാം. ഇത് 43 ഇഞ്ചും 108 സെൻറ്റിമീറ്ററാണ് ടി വി. അതുപോലെ 4K റെസൊല്യൂഷൻ ആണ് വരുന്നത്. നല്ല സേഫായിട്ട് തന്നെയാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഫസ്റ്റ് തന്നെ റിമോട്ട് അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെയാണ്. റിമോട്ടും പിന്നെ അതിൻ്റെ ബാറ്ററി, പിന്നെ കേബിള്, കാര്യങ്ങൾ, സ്റ്റാൻഡ്, ഇതെല്ലാം ഇതിൻ്റെ കൂടെ നമുക്ക്. അപ്പോൾ നമുക്ക് ടി വി പുറത്തേക്ക് കിടക്കാം, എന്നിട്ട് നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ടി വി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ബാക്കി ഇരിക്കുന്ന പഴയ ടി വിയാണ്, സാംസങ്ങിൻ്റെ ടി വിയാണ്. ചെറിയ ചെറിയ ഡിസ്പ്ലേ പ്രോബ്ലംസൊക്കെ ഉണ്ട്, അതേ ഉള്ളായിരുന്നു. കുറേ വർഷമായതാണ്. അപ്പം എന്താ നമ്മുടെ ടി വി ഓണായി വന്നിട്ടുണ്ട്. ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാകുമെന്ന്. അപ്പോൾ എന്തായാലും രക്ഷപ്പെട്ടു. ഈ ടി വിക്ക് 3 HDMI പോർട്ടും 2 USB പോർട്ടാണ് വരുന്നത്. ഇതാ ഇപ്പം നമ്മൾ ചാനൽ കണക്ട് ചെയ്തു. നല്ല ക്ലാരിറ്റിയാണ്, സൗണ്ട് ക്ലാരിറ്റി അതുപോലെ തന്നെ നല്ലതാണ്. ഡോൾബി സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. ഇത് HD തന്നെ കാണാനായിട്ട് നല്ല ക്ലാരിറ്റിയാണ്. യൂട്യൂബ് എടുത്ത് 4K വീഡിയോ ഒക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. എന്തായാലും ടി വി അടിപൊളി കേട്ടോ. നമ്മുടെ ചാനൽസ് ഒന്നും 4K റെസൊല്യൂഷനുള്ള വീഡിയോ ഒന്നും സംപ്രേഷണം ചെയ്യുന്നില്ല. അപ്പോൾ യൂട്യൂബൊക്കെ എടുത്ത് കഴിഞ്ഞാൽ 4K വീഡിയോ കാണാനായിട്ട് പറ്റും. There are no timeouts for this elephant. There might be water here, but there's little left to eat. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. അതുപോലെ കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. This use of a tool isn't instinctive like how the Egyptian vulture uses one. If we separated a young capuchin from its group when it was know how to do this, but rather only those capuchins that live in this part of Brazil, shows that this is behavior that must be taught by some members of the community to others. The learning process involves discovering which rows to put the seeds in so that they don't fly away when struck.
The best thing is to pay attention to how the elders do it, how they take advantage of the irregularities in their animals. But even so, some seem to see